ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. നാടൻ രീതിയിൽ നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീൻ വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഇതിനുവേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ മോദയാണ് എടുത്തിരിക്കുന്നത്. ഇത് വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്ത 4 കഷ്ണങ്ങളുണ്ട്. നമുക്കിതിനാവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 10 ഇടത്തരം വെളുത്തുള്ളിയും 1/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഇട്ടുകൊടുത്ത് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ അരഞ്ഞു കിട്ടണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ഇത് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2.5 ടേബിൾ സ്പൂൺ വെള്ളം. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കാം. അരപ്പരച്ച് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് കുറേശ്ശെയായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് നന്നായി പുരട്ടിയെടുക്കണം. ഈ അളവിൽ ഏകദേശം 1 കിലോ മീനിലുള്ള അരപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളിലും നന്നായി തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 2 മണിക്കൂർ അരപ്പെല്ലാം മീനിലേക്ക് പിടിക്കുവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. അരപ്പെല്ലാം മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പാനിൻ്റെ സൈസ് അനുസരിച്ച് എണ്ണയുടെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യം 4 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. മീൻ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല ഒരു വാസനയ്ക്കും വേണ്ടിയാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മീൻ പീസുകൾ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് നമുക്കൊന്ന് മീൻ മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീൻ വറുക്കുമ്പോൾ ഒത്തിരി അങ്ങ് മൂപ്പിക്കാതെ കുറച്ച് ജ്യൂസിയായി ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ടേസ്റ്റ് നന്നായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.